നവരാത്രിയുടെ മൂന്നാം ദിനത്തിൽ ആരാധിക്കേണ്ട ദേവീഭാവം ചന്ദ്രഘണ്ഠ എന്നറിയപ്പെടുന്നു. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഘണ്ഠ രൂപിണിയായ ദേവി സങ്കല്പത്തിനാധാരം. സ്വർണ്ണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു. സിംഹവാഹനസ്ഥയായ ദേവിയുടെ മണിനാദം കേട്ടാൽ തന്നെ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടജനങ്ങൾക്ക് ശാന്തിയും ലഭിക്കും. യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ദേവീഭാവമാണ് മൂന്നാം നവരാത്രിയുടേത്. ഈ രൂപത്തിൽ ദേവിയെ ഭജിക്കുന്നവർക്ക് ശത്രുവിജയം, കാര്യസിദ്ധി, ഐശ്വര്യം എന്നിവ കരഗതമാകുന്നതാണ്. നവരാത്രി മൂന്നാം ദിനത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ കല്യാണിയായി ആരാധിക്കണം. നവരാത്രി വ്രതം 4-ാം ദിവസം ആരാധിക്കേണ്ട ദേവീ സ്വരൂപം കൂഷ്മാണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദി സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ. ആ സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതായി ദിവ്യമായ പ്രകാശം സർവ്വ ലോകങ്ങളിലും വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവ്വചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ചു തിളങ്ങി. മഹാതേജസ്വിനിയായ ദേവി ഭുജങ്ങളുണ്ട്. കമണ്ഡലവും ധനുസ്സ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു. നവരാത്രി 4-ാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ രോഹിണിയായാണ് ആരാധിക്കേണ്ടത്. താമസിക, രാജസിക, സാത്വിക ഗുണങ്ങളെ അതിക്രമിച്ച് ഗുണാതീതമായി ദശമഹാവിദ്യകളെ വിജയിക്കുന്ന മഹാതത്വമാണ് നവരാത്രി മഹാത്മ്യം. നമ്മുടെ ഉള്ളിലുള്ള ത്രിഗുണങ്ങളെ സമഭാവത്തിലാക്കി മനസ്സിൽ കൂടിയിരിക്കുന്ന ക്രിയാശക്തിയെ പ്രജ്വലിപ്പിക്കുന്ന നവരാത്രി. നവദുർഗാ സങ്കല്പം പോലും ഈ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ദുർഗ എന്നാൽ ദുർഗതികളെ ഇല്ലാതെയാക്കുന്നവൾ, സദ്ഗതികളെ നൽകുന്നവൾ. 9 രാത്രികളിൽ നടക്കുന്ന ഈ ശുദ്ധീകരണ ക്രിയ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇവയെ വിപുലീകരിച്ച് പവിത്രമായ ചിന്തകളിൽ നവജീവനേകുന്നു. വിജയദശമി നാളിൽ വിപുലീകരിക്കപ്പെട്ട ജീവൻ ജ്ഞാനത്തിൻ്റെ സാത്വികഭാവം കൈവരിച്ച് പുതുജീവിതം കുറിക്കുന്നു. അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അജ്ഞാനത്തിൽ നിന്നും മക്കളെ കരകയറ്റുവാൻ സാധിക്കുന്നത്? മായാതീതമായ ലളിതാംബിക ദേവി എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ.